ഇന്നത്തേത് ഒരു ഉദ്ഘാടന കഥയാണ്. പക്ഷേ ഈ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനും ചിന്നുവും ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഉദ്ഘാടനം എന്ന പ്രത്യേകത. പ്രേമിച്ച് നടന്നിരുന്ന സമയങ്ങളിൽ ഒരുപാട് ഇനോഗ്രേഷനുകൾക്ക് ഞാൻ ചിന്നുവിനെ കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്ത് കാമുകനാണെന്ന് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് ഡ്രൈവർ വേഷമായിരുന്നു എനിക്ക് പതിവ്. അതിൽ ഇന്നും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു രസകരമായ സംഭവം ഇതാണ്. ഇനോഗ്രേഷൻ നടക്കുന്ന വേദിയിലേക്ക് ചിന്നുവിനെ കയറ്റിവിട്ടിട്ട് സ്റ്റേജിന്റെ ഏറ്റവും പുറകിൽ നിന്ന് പരിപാടി കണ്ടുകൊണ്ടിരുന്ന എന്നോട് ഒരു അപ്പൂപ്പൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മോനെ, ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചോദിച്ചു മേടിച്ചോണം, അല്ലെങ്കിൽ ഈ സിനിമാക്കാരൊക്കെ പറ്റിക്കുമെന്ന്. സിനിമാക്കാർ പറ്റിക്കുകയില്ലെന്നും ഇതെന്റെ ഭാവി ഭാര്യയാണെന്നും പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അപ്പൂപ്പന്റെ കരുതലിൽ ഞാൻ അന്ന് വീണുപോയിരുന്നു. അങ്ങനെ ഏകദേശം 6-7 വർഷങ്ങൾക്ക് ഇപ്പുറം ഞങ്ങൾ ഇതാ ഒരുമിച്ചൊരു ഇനോഗ്രേഷന് പങ്കെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷത്തോടെയും ആകാംക്ഷയോടെയുമാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിലുള്ള സൺറൈസ് ഹോസ്പിറ്റലിന്റെ പുതിയതായി ആരംഭിക്കുന്ന മെറ്റേണിറ്റി കെയർ ഡിപ്പാർട്ട്മെന്റായ ഹെവൻ ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എറണാകുളത്ത് നിന്നും 2 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ സൺറൈസിലെത്തി. വളരെ ഊഷ്മളമായ വരവേൽപ്പും സ്വീകരിച്ച് നേരെ അകത്തേക്ക് കയറി. ഈ വീഡിയോകളുടെ പുറകിലിരുന്ന് കഥ പറയുന്ന ധൈര്യമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആൾക്കൂട്ടം കാണുമ്പോൾ ഉണ്ടാകാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഒരു ചമ്മൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതങ്ങ് ശരിയായി. അവിടുന്ന് നേരെ വന്ന കാര്യത്തിലേക്ക് കടന്നു. ചെറിയൊരു പ്രസംഗവും മറ്റ് കലാപരിപാടികളും കഴിഞ്ഞ് വിളക്കിന് തിരിയും കൊളുത്തി 2ാമത്തെ നിലയിലേക്ക് തിരിച്ചു. ഞങ്ങൾ ഈ നാട മുറിച്ച് അകത്തേക്ക് കടക്കുന്നതാണ് ഇന്ന് പുതിയതായി ലോഞ്ച് ചെയ്ത മെറ്റേണിറ്റി കെയർ ഡിപ്പാർട്ട്മെന്റ് ആയ ഹെവൻ. പണ്ട് നമ്മുടെ അമ്മമാരും അമ്മുമ്മമാരും ഒക്കെ അമ്മമാരായതുപോലെ അല്ല ഇപ്പോഴത്തെ രീതികൾ എന്ന് സത്യം പറഞ്ഞാൽ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ കാണുന്നതാണ് സൺറൈസ് ഹെവന്റെ ബർത്ത് സ്യൂട്ട്. ഹാളും കിച്ചണും ബെഡ്റൂമും ഒക്കെയായി ചുരുക്കി പറഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രസവിക്കുന്ന രീതിയിൽ ഇവിടെ സ്ത്രീകൾക്ക് അമ്മമാരാകാൻ സാധിക്കും. ഭാവിയിൽ ആവശ്യം വരുമല്ലോ എന്ന് കരുതി ഇതിനൊക്കെ കൂടെ എത്ര രൂപയാകുമെന്ന് ചോദിച്ചപ്പോഴാണ് ഉത്തരം കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിയത്. 49,499 രൂപയ്ക്ക് പ്രീ കൺസെപ്ഷൻ മുതൽ ഡെലിവറി വരെ നടത്തിയിട്ട് ഇവിടെ നിന്നും പോകാമെന്ന്. അപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥിയെ പ്ലാൻ ചെയ്യുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും ധൈര്യമായിട്ട് സൺറൈസ് ഹെവനിലേക്ക് വരാം. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.